നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്ത് കർമ്മ ന്യൂസ് ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടത്തെക്കുറിച്ച് പറയുന്ന പോസ്റ്റുകൾ, അതിൻ്റെ എല്ലാം താഴെ പലപ്പോഴും കാണാറുള്ള ചില കമൻറ്റുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം ഭരിച്ച് മുടിപ്പിച്ച ഒരു പ്രധാനമന്ത്രി എന്നതാണ്. പല പ്രൊഫൈലുകളിൽ നിന്നും, ചില പ്രത്യേക പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന കമൻറ്റ്, ഒരു 10 പൈസയ്ക്ക് പോലും പ്രയോജനമില്ലാത്ത ഒരു പ്രധാനമന്ത്രി എന്ന് ഉള്ള വിമർശനങ്ങൾ, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ, അങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ അത്തരക്കാരെയൊക്കെ ഒന്ന് വായടപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇറാനിലെ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങൾക്കായി ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിക്കുന്നു. ഇന്ത്യക്ക് മാത്രമല്ല, സൗഹൃദ രാജ്യങ്ങളായ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം നടത്താം എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഉദ്ധരിച്ച് മുംബൈയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇറാൻ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ശരിക്കും കേരളത്തിൽ ഇരുന്ന്, അതുപോലെ തന്നെ ഇന്ത്യയിലിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, മോദി സർക്കാരിനെതിരെ മുറവിളി കൂട്ടുന്ന സുഡാപ്പി പ്രൊഫൈലുകൾക്ക് ഒന്ന് വായടയ്ക്കാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും അവർക്ക് സങ്കടം കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് കൂടുതൽ ചങ്കെടുപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇറാനാണ് ഹോർമൂസ് കടലിടുക്ക് ഇതാ ഇന്ത്യക്കായി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അതൊരു നയതന്ത്ര വിജയം തന്നെയാണ്. പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടരുത് എന്നും എല്ലാ രാജ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനുള്ള അവസരം ഒരുക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമൂസിൽ കൂടി കടന്നു പോകാം എന്ന അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ US മുന്നോട്ട് വെച്ച 15 പദ്ധതി ഇറാൻ സർക്കാർ കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞു. പകരം ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക എന്നതുൾപ്പെടെ 5 നിബന്ധനകൾ മുന്നോട്ട് വെച്ചുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. US ഇത് അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടാണ് ഇറാന്. അതേസമയം USന്റെ പദ്ധതി ഇറാൻ ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും അവലോകനം ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഇറാന്റെ ഔദ്യോഗിക മറുപടി കാക്കുകയാണ് എന്ന US പദ്ധതി നിർദ്ദേശം അവർക്ക് കൈമാറിയ പാകിസ്ഥാനും അറിയിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് നീക്കം ഭീഷണിയിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയും UAEയും വളരെ വിപ്ലവകരമായ ഒരു നീക്കം നടത്തി. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ തന്നെ ചരക്ക് നീക്കം എങ്ങനെ സുഗമമാക്കാം എന്നതാണ് അവർ ആലോചിച്ചത്. ഇത് ലക്ഷ്യമിട്ടുള്ള പുതിയ ട്രേഡ് ബ്രിഡ്ജ് ഇടനാഴി ഇരു രാജ്യങ്ങളും സംയുക്തമായി തുറന്നിരിക്കുകയാണ്. ഷാർജയും ദമാമിനെയും നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. മേഖലയിലെ വ്യാപാര ശൃംഖലയ്ക്ക് ഇതോടെ പുതിയ കരുത്തും സുരക്ഷിതത്വവുമാണ് ഈ 2 രാജ്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നത്. കടൽമാർഗവും കരമാർഗവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ നീക്കം ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് എണ്ണവാതക വിപണിയും മറ്റു ചരക്ക് നീക്കങ്ങളെയും സാരമായി ബാധിച്ചിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഷാർജയിലെ ബോർഫഖാൻ തുറമുഖം വഴിയുള്ള കടൽയാത്രയും തുടർന്ന് ദമാമിലേക്കുള്ള കരമാർഗവും ചേരുന്നതാണ് പുതിയ റൂട്ട്. നിലവിലുള്ള പരമ്പരാഗത പാതകളെക്കാൾ സുരക്ഷിതവും വേഗമേറിയതുമാണ് ഇത് എന്നാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഷിപ്പിംഗ് കാലതാമസം ഗണ്യമായി കുറയ്ക്കാനും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നീക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. സൗദി പോർട്സ് അതോറിറ്റിയും പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയുമായ ഗൾഫ് ട്രെയിനറും സംയുക്തമായി ചേർന്നാണ് ഈ വമ്പൻ പദ്ധതി നടപ്പാക്കുന്നത്. തുറമുഖങ്ങളെയും ഉൾനാടൻ വിതരണ കേന്ദ്രങ്ങളെയും നേരിട്ട് ബന്ധിപ്പിക്കുന്നതിലൂടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കം അതിവേഗത്തിലാകും. സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഗൾഫ് മേഖലയിലെ മൊത്തത്തിലുള്ള വ്യാപാര വളർച്ചയ്ക്കും ഈ തന്ത്രപ്രധാന നീക്കം കരുത്താകും. സുരക്ഷിതവും വഴക്കമുള്ളതുമായ ലോജിസ്റ്റിക് സംവിധാനത്തിലേക്കുള്ള ഗൾഫ് രാജ്യങ്ങളുടെ വലിയൊരു ചുവടുവയ്പ്പാണിത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്ക് കപ്പലുകൾ കൊണ്ടുപോകാൻ ഇറാൻ അനുമതി നൽകിയതോടെ ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളും ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കത്തിന് അനുമതി നൽകിയെന്നാണ് അറിയിപ്പ്. മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറലാണ് അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം എക്സിൽ പങ്കുവച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം വന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ USനോടും ഇസ്രായേലിനോടും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ഹോർമൂസ് കടലിടുക്കിന്റെ ദീർഘകാല അടച്ചിടൽ എണ്ണ, വാതകം, വളം എന്നിവയുടെ നീക്കത്തെ സ്തംഭിപ്പിക്കും. മേഖലയിലും അതിനപ്പുറത്തും സാധാരണക്കാർ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സഹിക്കുകയും അഗാധമായ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുകയാണെന്നും ഗുട്ടറസ് എക്സിലെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന്റെ അനന്തര
അനന്തരഫലങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഘർഷങ്ങൾക്കിടെ ഇന്ത്യ ഇറാനിൽ നിന്നും LPG വാങ്ങാൻ തയ്യാറായതും വലിയ പ്രാധാന്യം നേടിയ ഒരു വാർത്തയാണ്. 2019 ശേഷം ആദ്യമായാണ് ഇറാനിൽ നിന്നും ഇന്ത്യ LPG വാങ്ങുന്നത്. ഇറാനിൽ നിന്നുള്ള LPG വഹിച്ചുകൊണ്ടുള്ള അറോറ എന്ന കപ്പൽ വൈകാതെ മംഗളൂരു തുറമുഖത്ത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് നൽകിയതിനെ തുടർന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇറാനിൽ നിന്ന് ഇന്ത്യ LPG വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.